മലപ്പുറം മുൻ SP സുജിത് ദാസിനെതിരായ പരാതി വ്യാജമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ബലാത്സംഗ പരാതിയിൽ കഴമ്പില്ല, വീട്ടമ്മയുടേത് കള്ളപ്പരാതിയാണെന്നും സർക്കാർ ഹൈക്കോടതിയിൽ. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, നേരത്തെ തന്നെ ഒരു മാധ്യമം ഇത് പ്രചരിപ്പിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ വസ്തുതകൾ നിരത്തി പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ രംഗത്തെത്തിയതാണ്. എന്തൊക്കെയാണ് ഇന്ന് കോടതിയിൽ സർക്കാർ പറഞ്ഞത്? അജിംഷാദ്, അതായത് ഈ കേസിൽ പരാതി നൽകിയിട്ട് FIR എടുത്തില്ല എന്നാരോപിച്ചുകൊണ്ട് ഈ വീട്ടമ്മ ഒരു ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. സുജിത് ദാസ്, DYSP ബെന്നി, CA വിനോദ് ഇവർക്കെതിരെ കേസെടുക്കണം എന്നുള്ളതായിരുന്നു ഈ ഹർജിക്കാരുടെ ആവശ്യം. മുൻപേ തന്നെ ഈ ഹർജി ഹൈക്കോടതിയിലുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിച്ചപ്പോൾ ഈ വാദങ്ങൾ കോടതിയിൽ ഗവൺമെൻറ് പ്ലീഡർ വ്യക്തമാക്കിയതുമാണ്. അപ്പോൾ കോടതി ഇതൊരു സത്യവാങ്മൂലമായി സമർപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇന്ന് ഒരു സത്യവാങ്മൂലമായി സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് ഈ പരാതിയിൽ യാതൊരു കഴമ്പുമില്ല, ഈ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് യാതൊരു തെളിവുമില്ല, പരാതിക്കാരിയുടെ മൊഴി പരസ്പര വിരുദ്ധമാണ്, അവർ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തതക്കുറവുണ്ട്, ഇവർ പറയുന്ന സ്ഥലവും സമയവും വ്യത്യസ്തമാണ്, പല മൊഴികൾ പലതരത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ തീയതിയുടെയും സമയത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും കാര്യത്തിൽ ഇപ്പോഴും അവർക്കൊരു വ്യക്തതയില്ല. അങ്ങനെ കുറേ പരാതികൾ, കുറേ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ അതിലുണ്ട്. മാത്രവുമല്ല, ഈ പരാതിക്കിരയായ പോലീസ് ഉദ്യോഗസ്ഥരുടെ CDR അടക്കമുള്ളവ വിശദമായി പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. ആ പരിശോധനയിലൊന്നും ഈ പരാതിക്ക് അടിസ്ഥാനപരമായ കാര്യങ്ങളെ തെളിയിക്കുന്ന ഒന്നും ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേസെടുക്കുന്നതിന് പോലും ആവശ്യമായ യാതൊന്നും ഈ പരാതിയിലില്ല എന്നുള്ളതാണ്. മറ്റെന്തോ താല്പര്യം വെച്ച് ഉന്നയിച്ച ഒരു പരാതി എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പരാതിയിൽ കഴമ്പില്ലാത്തതിനാൽ കേസെടുക്കാനാവില്ല എന്ന് തന്നെയാണ് സർക്കാർ ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. ഇനി മാത്രവുമല്ല, ഇത്തരത്തിൽ ലഭിക്കുന്ന പരാതികളിലെല്ലാം അല്ലെങ്കിൽ ഈ ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഏതെങ്കിലും കോണിൽ നിന്ന് അങ്ങനെയൊക്കെ തെളിവുകളില്ലാത്ത പരാതി വരുന്നതിനെല്ലാം കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് പോലീസ് സേനയുടെ മനോവീര്യം തകർക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ യാതൊരു തെളിവുമില്ലാത്ത, പരസ്പര വിരുദ്ധമായ മൊഴി നൽകിയിട്ടുള്ള, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത, കഴമ്പില്ലാത്ത ഒരു പരാതിയിന്മേൽ കേസെടുക്കുന്നത് അനൗചിത്യമായിരിക്കും, അത് നിയമപരമാവില്ല എന്നുള്ളത് തന്നെയാണ് സർക്കാർ വാദം. അതുകൊണ്ട് ഈ ഹർജിക്കാരുടെ ആവശ്യം തള്ളണം എന്നാണ് സർക്കാർ സ്റ്റേറ്റ്മെൻറ്റായി നൽകിയിരിക്കുന്നത്. ഏതായാലും ഇന്ന് കോടതിയിൽ ആ കാര്യമായി പരിഗണനയ്ക്ക് വന്നിട്ടില്ല. വരും ദിവസങ്ങളിൽ ഈ കേസ് പോസ്റ്റ് ചെയ്ത് വരും. അപ്പോൾ ഈ സർക്കാരിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പരിഗണിക്കും. അപ്പോൾ കോടതി എന്താണ് പറയാനുള്ളത്, കേസ് എടുക്കണം എന്നോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ വാദം അംഗീകരിച്ചുകൊണ്ട് കേസ് എടുക്കേണ്ടതില്ല എന്നോ, അങ്ങനെ രണ്ട് തരത്തിൽ കോടതിക്ക് തീരുമാനിക്കാം. ഏതായാലും വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിലൊരു തീർപ്പുണ്ടാകാൻ തന്നെയാണ് സാധ്യത. ശരി, സാലി മുഹമ്മദാണ് വിവരങ്ങൾ സമഗ്രമായി നൽകുന്നത്.